എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? അതിന്റെ പൂർണ്ണമായ ഒരു രൂപം മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. വളരെ ലളിതമാണ് എന്ന് വരികിലും അടുക്കും ചിട്ടയോടും കൂടെ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഉതകുന്നതാണ്. 1, ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ 3 ത്രികാലപരമായ രക്ഷ, ത്രികാല രക്ഷയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു, ദൈവജനത്തെ ചേർക്കുവാൻ വരുന്നു. യേശുക്രിസ്തു എന്ത് ചെയ്യുവാൻ പോകുന്നു? 2 കാര്യങ്ങളാണ് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്നത്. അതിലൊന്ന് തന്റെ ജനത്തെ അവിടുന്ന് രക്ഷിക്കുവാൻ പോകുന്നു. അപ്പോൾ അവിടുന്ന് രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ രക്ഷയുമായി ബന്ധപ്പെട്ട 3 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആശയമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. കേട്ടോ, നമുക്ക് ഉറപ്പിച്ചിരുന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതിന്റെ 2-ാം അധ്യായം തന്നെ 15-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായവരെ ഒക്കെയും വിടുവിച്ചു. മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങൾ ഒക്കെ വായിച്ചു നോക്കിയാൽ ഒരു ഭൂതകാല ക്രിയയിലാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. രക്ഷിച്ചിരിക്കുന്നു, വീണ്ടും നമ്മൾ അകൃത്യങ്ങൾ മോചിച്ചിരിക്കുന്നു, പാപത്തിന്റെ അധികാരിയായ സാത്താന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഇതെല്ലാം കഴിഞ്ഞുപോയ കാലക്രിയയിലാണ്, ഭൂതകാല ക്രിയയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വളരെ സുപരിചിതമാണ്, എടുത്തു വായിക്കേണ്ട. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടേക്കുമെന്നല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവജനം ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ യേശുക്രിസ്തു രക്ഷിക്കുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? ഒന്നാമത്തെ ആശയം ഞാൻ ഇങ്ങനെ പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളെ വിടുവിച്ചിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു എന്നൊക്കെ ഭൂതകാല ക്രിയയിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം വീണ്ടെടുത്തിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആശയമാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ഇനിയും പാപത്തിന്റെ ശിക്ഷ നമ്മൾ ഏൽക്കേണ്ടതായിട്ടില്ല. കാരണം പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ സകല ശിക്ഷകളും നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം യേശു കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരുവൻ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്താ അതിന്റെ കാരണം? നമ്മളുടെ ശിക്ഷകൾ മുഴുവൻ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലിമരണത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരുവന് നിത്യമായ പാപത്തിന്റെ ശിക്ഷ, നിത്യമായ നരകം അതൊഴിവായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി, അതിലേക്ക് ഞാൻ വരുന്ന 2-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നതാണ്. എന്നാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവജനം രക്ഷിക്കപ്പെട്ടവരാണ്. ഒരിക്കൽ എന്നേക്കുമായി യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ പാപമോചനം പ്രാപിച്ചവരാണ്. അതെങ്ങനെയാണ് സാധ്യതമായി തീർന്നത്? റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യങ്ങളുടെ വായിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന ആശയം കുറേയും കൂടെ വ്യക്തമാകും. റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇതിന്റെ മുമ്പിലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ
ദൈവം മനുഷ്യനെ വിധിച്ചു നോക്കിയിട്ട്, ദൈവകോടതിയിൽ പരിശോധിച്ചു നോക്കിയിട്ട് സകല മനുഷ്യരും ഒരുപോലെ ശിക്ഷായോഗ്യരാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ദൈവം തന്റെ നീതിന്യായ കോടതിയിൽ മനുഷ്യവർഗത്തെ ശിക്ഷയിൽ നിന്ന് വിമുക്തരാക്കി തീർക്കുവാൻ വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ആശയം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പിന്നീട് നമ്മളിങ്ങനെ വായിക്കുകയാണ്, നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അവിടുന്ന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം ഇതാണ്. ദൈവ കോടതിയിൽ മനുഷ്യരെല്ലാവരും തെറ്റുകാരാണ് എന്ന് കണ്ടെത്തി അവരുടെ മേൽ ദൈവം ഒരു ശിക്ഷാ നടപടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപത്തിന്റെ ശമ്പളം നിത്യമായ മരണവും ന്യായവിധിയും നരകവുമാണ് എന്ന് സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സകല മനുഷ്യരും ഈ ശിക്ഷാവിധിയുടെ കീഴിലാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നീതിമാനായിരിക്കുമ്പോൾ തന്നെ പാപം ചെയ്ത് നാശത്തിനും നരകത്തിനും ഓഹരിക്കാരായിരുന്ന മനുഷ്യനെ അങ്ങനെ തന്നെ നരകത്തിലേക്ക് വിടുവാൻ ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു രക്ഷാപദ്ധതി ഒരുക്കി. അതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അർത്ഥാൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷകൾ തന്റെ പുത്രന്റെ മേൽ ചുമത്തി എന്നെയും നിങ്ങളെയും ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരാക്കി തീർത്തു. അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ കുറച്ചും കൂടെ വ്യക്തമാക്കി ഞാനിത് പറയാം. ചാൾസ് ഡിക്കിൻസ് എന്ന് പറയുന്ന ആംഗലേയ സാഹിത്യകാരൻ, ആംഗലേയ സാഹിത്യ രംഗത്ത് ഷേക്സ്പിയർ കഴിഞ്ഞാൽ വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനാണ് ചാൾസ് ഡിക്കിൻസ്. നിങ്ങൾക്കറിയാം, ആ എഴുത്തുകാരന്റെ ഒത്തിരി കഥകളുണ്ട്. അതിലൊരു കഥയാണ് രണ്ട് നഗരങ്ങളുടെ കഥ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഒരു കഥ. ആ കഥയുടെ കഥാതന്തു മാത്രം എന്റെ ആശയം വ്യക്തമാക്കുവാൻ വേണ്ടി കടമെടുത്ത് ഇങ്ങനെ പറയുകയാണ്. ആ കഥയ്ക്കകത്തുള്ളത് പ്രധാനമായ 3 കഥാപാത്രങ്ങളാണ്. ഒന്ന് ലൂസി മാനറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 2 ചാൾസ് ഡാർണി എന്ന് പറയുന്ന അവളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഈ 2 കഥാപാത്രങ്ങളുടെ ഇടയ്ക്കായി കടന്നു വരുന്ന കാർട്ടൺ എന്ന് പറയുന്ന ഒരു വക്കീൽ. ഈ കഥ പുരോഗമിക്കുന്നത്, കഥയുടെ ആശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ലൂസി മാനറ്റും അതുപോലെ തന്നെ ചാൾസ് ഡിക്കിൻസും തമ്മിൽ വളരെ പ്രണയബന്ധത്തിലായിരിക്കുകയാണ്. പിരിയാത്ത വലിയ സ്നേഹബന്ധത്തിൽ അവരായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് കാർട്ടൺ എന്ന് പറയുന്ന ഒരു വക്കീൽ കടന്നു വരികയാണ്. ആ വക്കീലും അതുപോലെ തന്നെ ചാൾസ് ഡാർണിയും രൂപസാദൃശ്യത്തിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അങ്ങനെ അനേക കഥാമുഹൂർത്തങ്ങൾ ഈ കഥയിൽ, ഈ പുസ്തകത്തിൽ ചാൾസ് ഡിക്കിൻസ് കൊണ്ടുവരുന്നുണ്ട് എന്ന് വരികിലും അതിന്റെ പ്രധാന ആശയം ഇങ്ങനെയാണ്: ഒരു സന്ദർഭത്തിൽ ഈ ചാൾസ് ഡാർണി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു കുലക്കുറ്റത്തിനു വേണ്ടി വിധിച്ച് അദ്ദേഹത്തിനെ ജയിലറയ്ക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ചില നാളുകൾ കഴിയുമ്പോൾ വധിക്കുവാൻ പോവുകയാണ്. കഥാകൃത്ത് ഇങ്ങനെയാണ് ആ കഥാപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്: ഈ വക്കീൽ എന്ന് പറയുന്ന കാർട്ടർ എന്ന് പറയുന്ന വക്കീൽ അതിസാഹസികമായി വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ച് ജയിലിൽ കഴിയുന്ന ചാൾസ് ഡാർണി എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ വളരെ സാഹസികമായി എത്തുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ പ്രധാന ആശയം. അങ്ങനെ ഈ മനുഷ്യൻ ചാൾസ് ഡാർണി കിടക്കുന്ന ഈ ജയിലറയ്ക്കുള്ളിൽ എത്തിയിട്ട് ഇദ്ദേഹം, ഈ കാർട്ടൺ എന്ന് പറയുന്ന വക്കീൽ ഈ മനുഷ്യന്റെ അടുക്കൽ ഇങ്ങനെ പറയുകയാണ്: അല്ലയോ ചാൾസ് ഡാർണി, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. എന്തെന്ന് കാര്യം അറിയുന്നതിന് മുമ്പ് ഈ വക്കീൽ തന്റെ വസ്ത്രങ്ങൾ ഊരി ഈ ചാൾസ് ഡാർണിക്ക് കൊടുത്തിട്ട് ചാൾസ് ഡാർണിയുടെ തടവ് പുള്ളിയുടെ വസ്ത്രം അദ്ദേഹം എടുത്തു ധരിച്ച് ആ ജയിലിൽ കിടക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ചാൾസ് ഡാർണിയുടെ അടുക്കൽ പറഞ്ഞു: നീ എന്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളുക. അതിസാഹസികമായി മനുഷ്യൻ രക്ഷപ്പെട്ട് ലൂസി മാനറ്റ് എന്ന് പറയുന്ന തന്റെ പ്രേമഭാജനത്തിന്റെ അടുക്കൽ ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തെത്തുന്നതായിട്ടാണ് കഥയുടെ ഇതിവൃത്തത്തിൽ പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ രക്ഷപ്പെട്ട് എത്തിയതിനു ശേഷം തന്റെ ഭാര്യയിലൂടെ, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന തന്റെ പെൺകുട്ടിയായ ലൂസി മാനറ്റിലൂടെയാണ് ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്.
കാറ്റർ വക്കീൽ തനിക്ക് വേണ്ടി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. കാറ്റർ എന്ന് പറയുന്ന വക്കീൽ എനിക്ക് വേണ്ടി എന്റെ വധശിക്ഷ ഏറ്റെടുത്ത് എന്നെ സ്വതന്ത്രനായി വിട്ടിരിക്കുന്നു എന്ന് അവിടെ അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു കഥ പറയുവാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന ആശയങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകുവാൻ വേണ്ടി ഒരു കഥാരൂപം പറഞ്ഞു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ആശയം വളരെ ലളിതമാണ്. പാപികളായ മനുഷ്യവർഗത്തെ എല്ലാവരെയും സ്വർഗ കോടതി വിധിച്ചിട്ട് അവർക്ക് വിധി കൽപ്പിച്ച് നിത്യമായ ന്യായവിധിയിലേക്ക് പോകുവാൻ വേണ്ടി അവർ തടവിൽ കഴിയുകയാണ്. അവർക്ക് ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ലോക